നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ഗവി മീനാറിൽ അംഗനവാടി ജീവനക്കാരി കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിൽ എന്തൊക്കെയുണ്ട് എന്നതടക്കമുള്ള സൂചനകളാണ് നിലവിൽ പുറത്തുവരുന്നത്. ക്രൂരമർദ്ദനം കാരണമാണ് ഈ യുവതി മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴുത്തിൽ പിടിച്ച് വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച് കൊന്നെന്നാണ് പ്രാഥമിക നിഗമനം. ഈ യുവതി അങ്കണവാടിയിലേക്ക് നടന്നു പോകവേ പിന്നാലെ എത്തി കല്ലുകൊണ്ട് തലയ്ക്കടിച്ച ശേഷം തോടിന് സമീപത്തേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് പ്രതി വിനോദ് കുമാർ പോലീസിന് മൊഴി നൽകിയത്. ഇന്നലെ രാത്രി 7-നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഗവിയിലുള്ള വീട്ടിൽ എത്തിച്ചത്. മൃതദേഹം ഇന്ന് 11-ന് ഗവി പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കും. പ്രതി വിനോദ് കുമാറിനെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വരും ദിവസം തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ടുവരും. വലിയ ജനരോഷമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇയാളെ കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങി തെളിവെടുപ്പിനടക്കം കൊണ്ടുവരും. പ്രതിയെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത് കൊട്ടാരക്കര ജയിലിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് ഗവിക്ക് സമീപം കംപ്രക്ഷൻ മുക്കിൽ നാട്ടുകാർ തടഞ്ഞു. വലിയ ജനരോഷമുണ്ടായി. നേതാക്കളെത്തി പ്രതിഷേധക്കാരെ സമാധാനിപ്പിച്ച ശേഷം മാത്രമാണ് ആംബുലൻസിന് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ഈ കൊല്ലപ്പെട്ട യുവതിയുടെ വീടിന് സമീപത്ത് വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. അതുകൊണ്ട് തന്നെ വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു. നിലവിൽ കൊലപാതകത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ മറ്റ് വകുപ്പുകൾ കൂടി പ്രതിക്കെതിരെ ചുമത്തുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ തന്നെ ഈ ഒരു മൃതദേഹം എത്തിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. അങ്ങനെയെങ്കിൽ പ്രതിയുമായി തെളിവെടുപ്പിനെത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ജനരോഷം ഉണ്ടാകും, ആളിക്കത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്തരത്തിലുള്ള വലിയ സുരക്ഷയോടെയായിരിക്കും പ്രതിയെ എത്തിക്കുക. ജനത്തിന് ഈ പ്രതിയെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കൊടും ക്രൂരമായ കൊലപാതകമാണ് പ്രതി നടത്തിയിരിക്കുന്നത്. ജനരോഷമുണ്ടാകുക സ്വാഭാവികം. ആദ്യഘട്ടത്തിൽ മൃഗങ്ങളുടെ ആക്രമണത്തിലാകും മരണമെന്ന് കരുതിയെങ്കിലും മൃതദേഹം കണ്ട നാട്ടുകാർക്ക് സംശയം തോന്നുകയായിരുന്നു. വിവസ്ത്രയായ നിലയിലായിരുന്നു മൃതദേഹം. മൃഗങ്ങൾ ആക്രമിച്ച പോലുള്ള മുറിവുകളല്ല ശരീരത്തിൽ ഉണ്ടായിരുന്നത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പീഡനത്തിന് പിന്നാലെയുള്ള കൊലപാതകമാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. തുടർന്ന് വള്ളക്കടവിൽ ഉൾപ്പെടെ നടത്തിയ പരിശോധനയിലാണ് പ്രതി വിനോദ് കുമാറിനെ പിടികൂടിയത്. പ്രതി വിനോദ് കുമാർ പറഞ്ഞിരിക്കുന്നത്, ഈ കൊല്ലപ്പെട്ട യുവതിയെ ഉപദ്രവിക്കാനായി ദിവസങ്ങളോളം ഇവരുടെ പിന്നാലെ നടന്നിരുന്നു, ഇവരെ പിന്തുടർന്നിരുന്നു. 5 കിലോമീറ്ററോളം നടന്നാണ് യുവതി അങ്കണവാടിയിൽ എത്തുന്നത്. ഇത് കൃത്യമായി അറിയാവുന്ന വിനോദ് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയെ ബസ് സ്റ്റോപ്പിൽ നിർത്തിയ ശേഷം ഈ യുവതിയെ പിന്തുടരുകയായിരുന്നു. ആളൊഴിഞ്ഞ മേഖലയിൽ എത്തിയപ്പോൾ ഈ യുവതിയെ കടന്നു പിടിച്ച് കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഇതിനിടെ വസ്ത്രമെല്ലാം കീറിക്കളഞ്ഞ പ്രതി മേനകയുടെ തല തോട്ടിൽ മുക്കി പിടിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ ശേഷമേ പീഡനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. പീഡിപ്പിച്ചിട്ടില്ല എന്ന് പ്രതി പറയുന്നു. പക്ഷേ ലക്ഷണങ്ങൾ പീഡനത്തിൻ്റെതായിട്ട് കരുതപ്പെടുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. മരണമുറപ്പിച്ച ശേഷം ഇയാൾ തിരിച്ച് ഗവി ബസ് സ്റ്റോപ്പിലെത്തി ബന്ധുവെന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്കൊപ്പം ബസ്സിൽ കയറിപ്പോയി. പ്രതി ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളാണ്. കൊല്ലപ്പെട്ട യുവതി തമിഴ് വംശജയാണ്. ലാഹ സ്വദേശിയായ വിനോദും കൊല്ലപ്പെട്ട യുവതിയും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു എന്നതടക്കമുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഇവർ ഫോണിലൂടെ സംസാരിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മറ്റ് വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇവർക്കിടയിൽ മുൻ പരിചയമുണ്ട്. ഇവർക്കിടയിൽ എന്താണ് ഇവർ തമ്മിലുള്ള പരിചയം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും എന്തുകൊണ്ട് പ്രതിക്ക് വൈരാഗ്യം തോന്നി, യുവതിയെ കൊലപ്പെടുത്താൻ മാത്രം വൈരാഗ്യം തോന്നിയത് എന്തുകൊണ്ടാണ് ദിവസങ്ങളോളം പിന്തുടർന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഈ യുവതിയുടെ മരണം അതിവേഗം തെളിയിക്കാൻ സഹായിച്ചത് ഫോൺ കോളാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഫോണിൽ വിളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു യുവതി. വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള അങ്കണവാടിയിലേക്ക് വനത്തിലൂടെയുള്ള റോഡിലൂടെ നടന്നു പോകവെയാണ് ആക്രമണമുണ്ടായത്. ഈ സമയം പിതൃ സഹോദരനുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു യുവതി. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ആക്രമണമുണ്ടായത്. ഫോൺ വിളിക്കിടെ എന്തോ അപകടം സംഭവിച്ചെന്ന് മനസ്സിലായ പിതൃ സഹോദരൻ ഗവിയിലുള്ള ബന്ധുക്കളെ നാട്ടുകാരെ വിവരം അറിയിച്ചു. ഏതോ വന്യമൃഗം ആക്രമിച്ചെന്നാണ് ആദ്യം കരുതിയത്. തിരഞ്ഞെത്തിയെങ്കിലും യുവതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതോടെ സംശയം തോന്നിയ നാട്ടുകാർ റോഡ് വക്കിലെ വനത്തിനുള്ളിലും തിരച്ചിൽ നടത്തി. സ്ഥലവാസികളും KFTC ഉദ്യോഗസ്ഥരും വനപാലകരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഗവി മീനാർ റോഡിൽ നിന്ന് ഷെഡിന് സമീപം റോഡിൽ നിന്ന് 40 മീറ്ററോളം അകലെ ഗവിയാർ തോടിനോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. തലഭാഗം വെള്ളത്തിലും ഉടൽ കരയിലുമായ നിലയിലുമായിരുന്നു. പിന്നിൽ നിന്ന് ആക്രമിച്ച ശേഷം റോഡിൽ നിന്ന് വലിച്ചു മാറ്റിയെന്നാണ് പ്രാഥമിക നിഗമനം. കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടതോടെ
ഇതോടെ യുവതി നടന്നു പോകുമ്പോൾ വഴിയരികിൽ നിന്നിരുന്ന വിനോദ് കുമാറിലേക്ക് സംശയം നീണ്ടു. ഇയാൾ പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി കുമളിയിലേക്കുള്ള KSRTC ബസ്സിൽ ഒരു കുട്ടിയുമായി കയറുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. തുടർന്ന് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ വിവരം അറിയിച്ച് വിനോദ് കുമാറിനെ പിടികൂടുകയായിരുന്നു. മാത്രമല്ല, ദൃക്സാക്ഷി പോലീസിന് നൽകിയ മൊഴിയും വളരെ നിർണായകമായി മാറി. അതായത് ദൃക്സാക്ഷിയാണ് പ്രതികൾ പത്തനംതിട്ട ഗവി റൂട്ടിൽ കുമളി ഭാഗത്തേക്ക് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് വിവരം നൽകിയത്. ഈ ദൃക്സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു നിർത്തി ഈ പ്രതിയെ പിടികൂടാൻ സഹായകമായത്. മാത്രമല്ല, ദൃക്സാക്ഷി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. 4 പേർ ചേർന്ന് യുവതിയെ വലിച്ചിഴച്ചു എന്നാണ്. അതിൽ ഒരു പൊരുത്തക്കേടുണ്ടെന്നായാലും പ്രതി ഒറ്റയ്ക്കാണ് കൃത്യം ചെയ്തതെന്നാണ് പ്രതിയുടെ ഭാഗത്തു നിന്നും കുറ്റസമ്മതം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ബലാത്സംഗ കുറ്റം പ്രതി സമ്മതിച്ചിട്ടില്ല. ഇൻക്വസ്റ്റ് നടത്തിയതിൽ നിന്നും യുവതിയുടെ മൃതദേഹത്തിൽ വലിച്ചിഴച്ച പാടുകളും മുറിവുകളും കണ്ടെത്തിയിരുന്നു. പ്രതി വിനോദിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും. വാക്ക് തർക്കത്തിനിടെ യുവതിയെ തള്ളിയപ്പോൾ തല കല്ലിലിടിച്ചുവെന്നാണ് പ്രതി നൽകിയ മൊഴി. 2 മണിക്കൂറോളം പ്രതിയെ ചോദ്യം ചെയ്തു. പിന്നാലെയാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. എന്തായാലും നിർണായകമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. ഇത്തരത്തിൽ അറസ്റ്റുണ്ടായി, പ്രതിയെ വേഗത്തിൽ തന്നെ പിടികൂടാൻ സാധിച്ചു. അതിക്രൂരമായ കൊലപാതകമുണ്ടായി. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായ വിവരങ്ങൾ ലഭിച്ച ശേഷം മാത്രമേ എന്താണ് പ്രതിയുടെ ലക്ഷ്യമായിരുന്നത്, എന്തിനാണ് ഈ കൊടും ക്രൂരത ചെയ്തത്, എന്തിന് ഒരു കുട്ടിക്ക് അമ്മയെ ഇല്ലാതാക്കിയെന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.